നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ പഴവും ക്യാരറ്റൊക്കെ വെച്ചിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാത്ത ഒരു സ്നാക്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. എന്നാൽ നമുക്ക് ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം, നന്നായിട്ട് നല്ല പഴുത്ത 2 നേന്ത്രപ്പഴം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് ഞാനത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ഇതേപോലൊന്ന് ഉടച്ചെടുക്കുക. ചൂടോടക്കനെ ഉടയ്ക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴമാണ്, പിന്നെ ചൂടോടക്കനെ ആകുമ്പോൾ അത് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇപ്പം അത് നേരെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലൊന്ന് ഉടച്ചെടുക്കുക. ഇനി നമുക്കിത് ഇവിടെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. നന്നായിട്ട് തണുക്കണം നേന്ത്രപ്പഴം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 1 കപ്പ് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 2-3 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാട് ഉപ്പ് വേണ്ട. ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നേരെ ഒന്ന് മിക്സ് ചെയ്യുക. നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തോളൂ. ഇപ്പോൾ ഉപ്പൊക്കെ നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കുക. ഇത് വറുക്കാത്ത റവയാണ്. ഇത് നല്ല നൈസായ റവയാണ്. വറുത്തിട്ട് നല്ല കുറച്ച് കനത്തിലുള്ള റവയാണെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്തോളൂ. റവ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അതിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല കട്ടിയായിട്ടുണ്ട്. ഇതുപോലൊന്ന് കട്ടിയായി കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ബലം വരുള്ളൂ. ഒന്ന് അടച്ചു വയ്ക്കും. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്തോളൂ. പിന്നെ ഒരു 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഒരു ക്യാരറ്റിൻ്റെ 1/4 ഭാഗം ചീകി എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇട്ടതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ക്യാരറ്റൊക്കെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ക്യാരറ്റിനെക്കാട്ടിലും കുറച്ചധികം തേങ്ങ വേണം. തേങ്ങ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഇനി വഴറ്റേണ്ടത്. ആ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു കഷ്ടി 1/2 കപ്പോളം ശർക്കരപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ. ഇത് അത്യാവശ്യത്തിന് നന്നായിട്ട് മധുരമുണ്ട്. ശർക്കരപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശർക്കരയൊക്കെ ഉരുകി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് മുരുകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ശർക്കരയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം ശർക്കരയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ പാത്രത്തിലാക്കി വെച്ച റവ ഉണ്ടല്ലോ, അത് ചെറിയൊരു ചൂടുണ്ട്, നല്ല തണുത്തിട്ടില്ല. ഇതുപോലെ ചെറിയൊരു ചൂട് വേണം. ഇനി ഈ ചെറിയൊരു ഇളം ചൂട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ നേരെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കുക. ഇപ്പം നേരെ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ ഉടച്ചു വെച്ച പഴം ഉണ്ടല്ലോ, അതിപ്പോൾ നേരെ തണുത്തിട്ടുണ്ട്. ഈ ഉടച്ചു വെച്ച പഴം ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക. എല്ലാം റവയും പഴവും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. പഴം നന്നായിട്ട് തണുക്കണം, അല്ലെങ്കിൽ ബലം ഉണ്ടാവില്ല. അപ്പോൾ വെള്ളം കൂടുതലാവും. ഇനിയിപ്പോൾ നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ പഴം നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അരിപ്പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ പഴമൊക്കെ ഇട്ടതിന് ശേഷം നേരെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി കയ്യിലിതാ ഇതുപോലെ എണ്ണ നെയ്യോ തടവിയതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് നിങ്ങൾക്ക് എത്രമാത്രം വലുപ്പം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഉരുളെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ അതുപോലെ നേരെ ഒന്ന് പരത്തിയെടുക്കുക. ഇപ്പോൾ അതാ നേരെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്ക് നമ്മൾ നേരത്തെ അവിടെ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഉണ്ടല്ലോ, ക്യാരറ്റും തേങ്ങയൊക്കെ ശർക്കരയൊക്കെ ഉള്ളത്, അത് ഇതിന് നടുക്കിലേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. പൊതിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. നിങ്ങൾക്ക് ഇനി ഉരുട്ടിയെടുത്തതിന് ശേഷം ഇത് റൗണ്ടിൽ തന്നെ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഷേപ്പിലും ആക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ഷേപ്പ്. ഞാനിപ്പോൾ ഇത് റൗണ്ടിൽ തന്നെ ഉണ്ടാക്കണത്. ഇപ്പം നല്ല ഭംഗിയാണ്, നല്ല ഷേപ്പായിട്ടുണ്ട് റൗണ്ടിൽ. ഇത് ഒന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഇങ്ങനെ വൈൻ ബോട്ടിലൊക്കെ നമുക്ക് കിട്ടുന്ന ഈ സാധനത്തില്ല, അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ മുകളിൽ ഇട്ടിട്ടുണ്ടാവില്ലേ, ഇതുപോലത്തെ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം ഞാനിതിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തന്നു. നെയ്യ് തടവിയതിന് ശേഷം ഈ ഉരുള ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലൊന്ന്
പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തതിന് ശേഷം മെല്ലെ നിന്നും ഉള്ളിൽ നിന്ന് എടുക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. മെല്ലെ നിന്നുള്ളിൽ നിന്ന് എടുക്കുക. അപ്പോൾ അതാണ്ടില്ല നല്ല ഭംഗിയിൽ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാനിത് 5 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തുള്ള സ്റ്റീമറോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടോ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണ തടവി കൊടുക്കുക. തടവി കൊടുത്തതിന് ശേഷം ഈ ഓരോ ഉരുളകളും അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഇത് ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഇത് നമ്മളതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ സ്റ്റീമർ മാറ്റിയിട്ട് ഇഡ്ഡലി തട്ടാക്കി, കാരണം കുറച്ചുകൂടി സൗകര്യം അതാണെന്ന് എനിക്ക് തോന്നി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 7 മിനിറ്റ് നേരമൊക്കെ കുക്ക് ചെയ്താൽ മതി. ഒരുപാട് കുക്ക് ചെയ്യേണ്ട. ഒരുപാട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീർത്ത് പോവും. പഴം എല്ലാം നല്ലോണം വെന്തതല്ലേ. ഇപ്പം നേരെ വെന്തിട്ടുണ്ട്. ഇനി ഈ ഇഡ്ഡലി തട്ട് ഇഡ്ഡലി ചെമ്പെന്ന് മാറ്റി വയ്ക്കാം. നല്ലോണം തണുത്തതിന് ശേഷം ഇതൊന്നും എടുക്കാൻ പാടുള്ളൂ. തണുക്കുന്നതിന് മുന്നേ എടുത്തു കഴിഞ്ഞാൽ ഇത് ബലം ഉണ്ടാവില്ല. ബലം വരണമെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷമേ എടുക്കാൻ പാടുള്ളൂ. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ഭംഗിയുണ്ട്, കാണാനും ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.